രാധയുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നതിന് മുൻപ് നീ ഒരിക്കലെങ്കിലും ഇങ്ങനെ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം. നാം കൃഷ്ണൻ എല്ലാം സ്വന്തമാക്കാൻ കഴിവുള്ളവനായിരുന്നു. പക്ഷേ നാം തിരഞ്ഞെടുത്തത് ഒരാളെ, രാധ. അവൾക്ക് നമ്മെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ അവൾക്ക് നമ്മെ അനുഭവിക്കാൻ കഴിഞ്ഞു. ചരിത്രം പറയുന്നത് രാധയില്ലെന്ന്, പക്ഷേ ഹൃദയം പറയുന്നത് അവൾ ഇല്ലെങ്കിൽ ഈ സ്നേഹം എവിടെ നിന്നാണ് വന്നത്? ഭാഗവത പുരാണം അവളെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നു, പക്ഷേ ഗീതാഗോവിന്ദം അവളെ അമരയാക്കുന്നു. അതിനാലാണ് നാം പറയുന്നത് രാധ ഒരു വ്യക്തിയല്ല, ഒരനുഭവമാണ്. നീ ഒരാളെ സ്വന്തമാക്കാതെ സ്നേഹിക്കാൻ പഠിച്ച നിമിഷം നീ രാധയാകുന്നു. നീ ഒരാളുടെ ഹൃദയത്തിൽ ശബ്ദമില്ലാതെ ജീവിക്കാൻ തുടങ്ങിയാൽ നീ കൃഷ്ണനാകുന്നു. ഇതാണ് രാധാകൃഷ്ണ സത്യം. ഇത് ചരിത്രമല്ല, ഇത് അനുഭവമാണ്.